നമസ്കാരം, റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇന്നലെ നമ്മൾ റയൽ മാഡ്രിഡിൻ്റെ സ്ക്വാഡ് ഡെപ്തിനെ കുറിച്ച് സംസാരിച്ചല്ലോ. പോഡ്കാസ്റ്റിൽ വിശദമായിട്ട് റയൽ എന്താണ് ഇത്തവണ ഉദ്ദേശിക്കുന്നത് എന്നതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട്. റാഫ് ടോക്ക് പോഡ്കാസ്റ്റ് ഒന്ന് സന്ദർശിക്കുക, അവിടെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. ഏതായാലും ഇന്ന് നമ്മൾ ബാഴ്സയെക്കുറിച്ച് സംസാരിക്കുന്നത്. ബാഴ്സലോണ ഇപ്പോൾ ഹുലിയൻ അൽവാരസിനെ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അവർ ബിഡൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിലും അത്ലറ്റിക്കോ മാഡ്രിഡ് അത് റെഫ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഹുലിയൻ ഒരു ശ്രമം കൂടി നടത്തും എന്നുള്ള വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. കാത്തിരിക്കാം, അത് സംഭവിക്കുക എന്ന് തന്നെ കരുതാം. അങ്ങനെ സംഭവിച്ചാൽ ബാഴ്സയുടെ പ്ലേയിങ് 11 എങ്ങനെയായിരിക്കും എന്ന് നോക്കുകയാണ്. അതിശക്തമാണ്. ഇത് ബാക്കിയുള്ളവരെ ഭയപ്പെടുത്തുന്ന 11 തന്നെയാണ്. പ്രത്യേകിച്ച് വേൾഡ് കപ്പ് ഒക്കെ നേടിയ സ്പാനിഷ് ടീമിലെ സുപ്രധാന താരങ്ങൾ ലമീൻ യമാലും പെഡ്രിയും ഒൽമോയും അങ്ങനെ കുബാർസി, വേൾഡ് കപ്പിലെ മികച്ച യുവതാരം അല്ലേ. അപ്പോൾ എല്ലാം നോക്കുമ്പോൾ കിടിലൻ ടീമാണ്. നമ്മൾ ബാഴ്സയുടെ കഴിഞ്ഞ തവണത്തെ സ്ക്വാഡ് തന്നെയാണ്. ചെറിയ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്, ഗോർഡൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഗോർഡൻ ഇടതു പാർശ്വത്തിൽ ഇറങ്ങുകയാണെങ്കിൽ എന്തായിരിക്കും ഇപ്പോൾ റാഫിഞ്ഞയുടെ ഒരു അവസ്ഥ? റാഫിഞ്ഞ അവിടെ നിന്ന് മാറ്റിയാലോ ബെഞ്ചിലിരിക്കേണ്ടി വരും, അല്ലെങ്കിൽ നമ്പർ 10 ആകുമോ? ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളുണ്ട്. അത് നമുക്ക് മറ്റൊരു പോഡ്കാസ്റ്റിൽ വിശദമായിട്ട് തന്നെ സംസാരിക്കാം. ഇപ്പോൾ നമ്മൾ ബാഴ്സയുടെ സ്ക്വാഡ് ഡെപ്ത് ഒന്ന് പരിശോധിക്കുകയാണ്. ഗോൾ കീപ്പറായിട്ട് ജോയൻ ഗാർഷ്യ, ഫസ്റ്റ് ഗോൾ കീപ്പറായിട്ട് അദ്ദേഹം തന്നെ ആയിരിക്കുമല്ലോ. പിന്നെ ടെർ സ്റ്റെഗൻ ഇപ്പോൾ സ്ക്വാഡിനോടൊപ്പം ഇംഗ്ലണ്ടിലേക്ക് ട്രാവൽ ചെയ്തിട്ടുണ്ടെങ്കിലും അദ്ദേഹം ലോണിൽ പോകാനുള്ള പരിപാടിയിലാണെന്നാണ് ലഭ്യമാവുന്ന വിവരം. അയാക്സിലേക്ക് മൂവ് ചെയ്തേക്കുമെന്നുള്ള ചില വിവരങ്ങളുണ്ട്. ഡിഫൻസിലാണെങ്കിൽ ജെറാർഡ് മാർട്ടിനും പാവ് കുബാർസിയും സൂപ്പർ സെൻറ്റർ ബാക്കുമാരുടെ ദ്വയം. ഇരു പാർശ്വങ്ങളിലായിട്ട് ജാവോ കൺസേലയും ഹ്യൂൾസ് കൂണ്ടോയും ഉണ്ടാവും എന്ന് തന്നെ കരുതാം. പിന്നെ പെഡ്രി, ഒൽമോ, ഫ്രങ്കി ഡിയോങ് എന്നിവരും മധ്യനിരയിൽ. ഡിയോങ്ങിന് പരിക്കാണ്, പക്ഷേ സർജറി ആവശ്യമില്ല എന്നുള്ളൊരു നിലപാടിലാണ് അദ്ദേഹം ഉള്ളത്. അദ്ദേഹം മടങ്ങി വരും. ഇപ്പം എന്തായാലും ടീമിനോടൊപ്പം ഇംഗ്ലണ്ടിലേക്ക് ട്രാവൽ ചെയ്തിട്ടുണ്ട്. മുന്നേറ്റത്തിലാണെങ്കിലോ ഹുലിയൻ അൽവാരസ് ഗോൾ അടിക്കാനുണ്ടാവുമെന്ന് കരുതാം. നമുക്ക് ഇപ്പോൾ അറിയാലോ, ലെവൻഡോസ്കി പോയി കഴിഞ്ഞു. പകരം ടോറസിനെ മാത്രം ആശ്രയിച്ച് പോകാനുള്ള സാധ്യത കുറവാണ്. ഹുലിയൻ അൽവാരസ് സ്ട്രൈക്കറായിട്ടുണ്ടാവുകയാണെങ്കിൽ, ട്രാൻസ്ഫർ സംഭവിച്ചാൽ അദ്ദേഹമാണെങ്കിൽ, ഇരുപാർശ്വങ്ങളിലായിട്ട് ആൻ്റണി ഗോർഡനും ലമീൻ യമാലും. സൂപ്പർ. ഇത് എതിരാളികളെ ഭയപ്പെടുന്ന ഒരു 11 ആയിരിക്കും. പിന്നെ സ്വാഭാവികമായിട്ടും സബ്സ്റ്റിറ്റ്യൂട്ടിൽ റാഫിഞ്ഞ ഉണ്ട്, ഫെറാൻ ടോറസ് ഉണ്ട്, അഡയേമി അവർ കൊണ്ടുവന്നിട്ടുള്ള താരം അഡയേമി ഉണ്ട്, പിന്നെ ലോപ്പസ് ഉണ്ട്, ഗാവി ഉണ്ട്, ബെർണാലുണ്ട്, ബാൽഡയുണ്ട്, ക്രിസ്ത്യൻസൻ ഉണ്ട്, റൊണാൾഡോ റോഹോ ഉണ്ട്, എറിക് ഗാർഷ്യ ഉണ്ട്, വോയ്ചെക് ഷെസ്നി ഉണ്ട്. സൂപ്പർ സ്ക്വാഡ് തന്നെയാണ്. ഇനിയും ചില ട്രാൻസ്ഫറുകൾ കൂടി നടന്നേക്കും എന്നുള്ള വിവരങ്ങൾ കൂടി ലഭിക്കുന്നുണ്ട്. ബാഴ്സലോണ 11 ലുക്കിംഗ് ആബ്സല്യൂട്ട്ലി ഫിയർസം. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.